ഡാ, ഈ ഡെലിവറി ഗവൺമെന്റ് ആശുപത്രി തന്നെ വേണോ? വല്ല പ്രൈവറ്റ് ആശുപത്രിയിൽ അങ്ങനെ നോക്കിയാലോ? പ്രൈവറ്റ് ആശുപത്രി പോലെയല്ല, ഗവൺമെന്റിലാവുമ്പോ റേഷൻ കാർഡ് മാത്രം മതി. അതിന് നിനക്ക് റേഷൻ കാർഡ് ഉണ്ടോ? റേഷൻ കാർഡ് കല്യാണം കഴിഞ്ഞ് മാറി താമസിക്കുമ്പോഴേക്കും മതിയല്ലടാ. അപ്പൊ കല്യാണം സെറ്റായ? കല്യാണം നോക്കാനല്ലേ നമ്മ ബ്രോക്കറെ കാണാൻ പോണത്. കല്യാണം കഴിക്കാൻ പണി വല്ലതും വേണ്ടേ? പൊന്നു മോനെ, ഞാൻ ഈ തെക്കോട് കിടക്കുന്നത് വെറുതെ ആണെന്നാണ് നീ എഴുതിയിരിക്കണേ. അപ്പൊ സേവിങ്സ് ഉണ്ടാ? ഉണ്ടാന്നാ 2025 കോടികളെ വരാൻ പോണേ. എവിടെന്ന്? MLM 6000 രൂപ ഇട്ടത് വെറുതെ ആണെന്ന് എഴുതിയാൽ. ആ, അത് നന്നായി. എടാ ചുപ്പു, നീ വല്ല സൈക്കോണോ നീ? എന്ത് എന്നെങ്ങാണ്ട് നടക്കാൻ പോണ കാര്യത്തിന് ഇപ്പോഴേ നീ എന്തിനാ ഓവർത്തിങ്ക് ചെയ്ത് നടക്കും? എന്റെ പാച്ചു, ഇതൊക്കെ എന്തായാലും ജീവിതത്തിൽ സംഭവിക്കും. അപ്പൊ നമ്മള് നേരത്തെ പ്ലാൻ ചെയ്ത് നിൽക്കണം കാര്യങ്ങളൊക്കെ, കേട്ടാ. വെൽ പ്ലാനഡ് ആയിരിക്കണം. ആ, നീ എന്തെങ്കിലും കാണിക്കേ. എന്തായാലും ബ്രോക്കറെ കണ്ടിട്ട് പോണ വഴിക്ക് നമുക്ക് നമ്മുടെ അമ്പലത്തിലൊന്ന് കയറണോട്ടാ. അമ്പലത്തിലാ? എന്താ പരിപാടി? ആടാ, അത് ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞില്ലല്ലേ. എന്റെ അപ്പൂപ്പന് നേർലി മോർണിംഗില് നിര്യാതനായി. ശാന്തിക്കാരനെ കൊണ്ടുവരാന്ന് പറഞ്ഞ് ഞാൻ ഏറ്റിട്ടുണ്ടായി. ഇതൊക്കെ നേരത്തെ പ്ലാൻ ചെയ്ത് വെക്കണ്ടേ? അതൊന്നും കുഴപ്പമില്ലടാ. 4 മണിക്കാണ് ഷവടക്ക്. അപ്പോഴേക്കൊക്കെ കിട്ടിയാൽ മതി. അപ്പൂപ്പന്റെ പേരെന്താ? ശശി. ശശി.